അമേരിക്കൻ നഗരങ്ങളിൽ സൈന്യത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നം ഉണ്ടായിട്ടാണോ ഇത്തരത്തിൽ സൈന്യത്തിൻ്റെ സാന്നിധ്യം കൂടുന്നത്? അതായത് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ, അതായത് കുറ്റകൃത്യങ്ങൾ, തോക്കുമൊക്കെ എന്തിയിട്ടുള്ള സംഘങ്ങൾ പല നഗരങ്ങളിലും കുറ്റകൃത്യങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് ഈ പട്ടാളത്തിനെ, US നാഷണൽ ഗാർഡ് ഭടന്മാരെയൊക്കെ 5000 പേരെയൊക്കെ ഒന്നിച്ച് പല നഗരങ്ങളിലൊക്കെ ഇറങ്ങുന്നത്. വാഷിങ്ടണിൽ ഇറക്കി, പിന്നെ ലോസ് ആഞ്ചലസിൽ ഇറക്കി, ഇനിയിപ്പോൾ ഷിക്കാഗോയിലും മേരിലാൻഡിലെ ബാൾട്ടിമോറിലും ന്യൂയോർക്കിലും ഒക്കെ പട്ടാളത്തിനെ ഇറക്കാൻ പോകുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഈ ഇറക്കുന്നത് മുഴുവൻ ഈ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന നഗരങ്ങളിലാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഗവർണർമാർ ഉള്ള പ്രവിശ്യകളിലാണ് ഈ ഇറക്കുന്നത്, അല്ലാതെ റിപ്പബ്ലിക്കൻസിൻ്റെ നഗരങ്ങളിലല്ല. അപ്പോൾ അതുകൊണ്ട് ട്രംപ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പൊതുവെ ഈ ഡെമോക്രാറ്റ്സ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ട്രംപിനെ നമുക്ക് രാത്രി ഒന്നിച്ച് നടക്കാം എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്ന ഗവർണർമാരും ഒക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ട്. ഈ ഞായറാഴ്ച രാത്രി മുതൽ ഒരു വ്യത്യാസം ഈ വാഷിങ്ടണിൽ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഭടന്മാരെ ഇറക്കിയിരുന്നെങ്കിലും അവർ തോക്കുമായിട്ട് നടന്നിരുന്നില്ല. ഇപ്പോൾ തോക്കുമായിട്ടാണ് തെരുവിൽ കൂടി അവർ റോന്ത് ചുറ്റുന്നത്. ഈ ഞായറാഴ്ച രാത്രി മുതൽ ചില മിഷനുകളിൽ, ചില ദൗത്യങ്ങളിൽ, ചില പട്ടാള ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മറ്റേ തോക്കേന്തി നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. M17 പിസ്റ്റളുകൾ അവർ ഏന്തി നടക്കുന്നുണ്ട്. പിന്നെ M4 റൈഫിളുകളും അവർ ഏന്തി നടക്കുന്നുണ്ട്. അപ്പോൾ ആയുധം ഇല്ലാത്ത പട്ടാളം രണ്ടാഴ്ച ആയുധമില്ലാതെ വാഷിങ്ടൺ തെരുവുകളിൽ കൂടി ഇവർ നടന്നത് 2 ആഴ്ച ആണ്. അത് കഴിഞ്ഞിപ്പോൾ ഞായറാഴ്ച മുതൽ തോക്കേന്തിയിട്ടാണ് ഈ പട്ടാളക്കാർ നടക്കുന്നത്. അപ്പോൾ ക്രൈം കൂടി എന്നുള്ളതാണ് ട്രംപ് ആരോപിക്കുന്നത്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വെള്ളിയാഴ്ച തന്നെ ഈ തോക്കുമായിട്ട് നടക്കാം എന്നുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവർ ഇങ്ങനെ നടക്കുന്നത്. നാഷണൽ ഗാർഡ് ജോയിൻറ്റ് ടാസ്ക് ഫോഴ്സ് പറയുന്നത്, ഞങ്ങൾ ഈ തോക്ക് ഉപയോഗിക്കുന്നത് ലാസ്റ്റ് റിസോർട്ട്, ഗത്യന്തരമില്ലാതെ മാത്രമേ ഞങ്ങൾ തോക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. ഗുരുതരമായ പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ മരണത്തിലേക്ക് ഭടൻ പോവും എന്ന് തോന്നിയാൽ, അങ്ങനത്തെ ഒരു ഭീഷണി നേരിട്ടാൽ മാത്രമേ തോക്ക് ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരോലിന നാഷണൽ ഗാർഡ് തോക്കുമായിട്ട് നടക്കുന്നത് ഈ യൂണിയൻ സ്റ്റേഷൻ, അതായത് സ്റ്റേഷന് പുറത്ത് കരോലിന നാഷണൽ ഗാർഡ് തോക്കുമായിട്ട് നടക്കുന്നത് കണ്ടതായിട്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേരിലാൻഡ് പ്രവിശ്യയുടെ ഗവർണർ, അതാണല്ലോ ബാൾട്ടിമോറുള്ള സ്ഥലം, ബാൾട്ടിമോർ നഗരത്തിലും പട്ടാളത്തിനെ ഇറക്കും എന്ന് ട്രംപ് പറഞ്ഞു. അപ്പോൾ മേരിലാൻഡ് പ്രവിശ്യയിലാണ് ബാൾട്ടിമോർ നഗരം. അപ്പോൾ മേരിലാൻഡിൻ്റെ ഗവർണർ വെസ് മൂർ ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ വരിക, നമുക്കൊന്നിച്ച് തെരുവിൽ കൂടി നടക്കാം, എന്ത് അക്രമികളാണ് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾക്ക് കാണാം, കുറ്റകൃത്യങ്ങൾ കുറഞ്ഞത് നിങ്ങൾക്ക് കാണാം, നിങ്ങൾ പറയുന്നത് പോലെ ഇതൊരു ക്രൈം ക്യാപിറ്റലൊന്നും അല്ല എന്ന് മേരിലാൻഡ് ഗവർണർ വെസ് മൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാൾട്ടിമോർ പോലീസ് ജൂലൈയിൽ തന്നെ ഈ കുറവ്, അവിടെ ക്രൈം കുറഞ്ഞ കാര്യം ലോകത്തിനെ അറിയിച്ചതാണ്. ഇരട്ട അക്കത്തിൽ തന്നെ ഇത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തോക്ക് ഉപയോഗിക്കുന്ന ഭടന്മാരിവിടെ വേണ്ടെന്ന് ബാൾട്ടിമോർ പോലീസും പറഞ്ഞിട്ടുണ്ട്. 2025 ഈ കൊല്ലം ഇതുവരെ 84 കൊലപാതകങ്ങൾ മാത്രമാണ് ബാൾട്ടിമോറിൽ നടന്നിട്ടുള്ളത്. 50 വർഷത്തിൻ്റെ ഇടയ്ക്കുണ്ടായ ഏറ്റവും വലിയ ഇടിവാണത് എന്നും കണക്കുകളിൽ പറയുന്നുണ്ട്. ഷിക്കാഗോയിൽ പട്ടാളത്തിനെ ഇറക്കാൻ ട്രംപിന് അവകാശമില്ല എന്ന് അവിടെ നിന്നുള്ള പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി ഹക്കീം
ജഫ്രീസ് പറഞ്ഞിട്ടുണ്ട്, ഷിക്കാഗോയിൽ ഇറക്കാൻ ട്രംപിന് അവകാശമില്ല. ഡെമോക്രാറ്റിക് മൈനോറിറ്റി നേതാവാണ് ഈ ഹക്കീം ജാഫ്രീസ്. പ്രതിനിധി സഭയിലെ അംഗവുമാണ്. ഇത് അമേരിക്കൻ വാർത്തകളിൽ കണ്ടാൽ ലെഫ്റ്റ് ലീനിങ് സിറ്റീസ് എന്ന് പറയാറുണ്ട്. ഇടതുപക്ഷ നഗരങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഡെമോക്രാറ്റുകളുടെ നഗരത്തിനെ അവിടെ ഇടതുപക്ഷമായിട്ടാണല്ലോ കാണുന്നത്, റിപ്പബ്ലിക്കൻ വലതുപക്ഷവും. അപ്പോൾ ഇടതുപക്ഷ നഗരങ്ങളിലാണ് ട്രംപ് പട്ടാളത്തിനെ ഇറക്കുന്നത്, അങ്ങേർക്ക് ഇഷ്ടമില്ലാത്ത നഗരങ്ങളിലാണ്. അപ്പോൾ ലോസ് ആഞ്ചലസിലും ജൂണിൽ 5000 ഭടന്മാർ ഇറങ്ങിയിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുടിയേറ്റ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ നടന്നപ്പോൾ പ്രതിഷേധം ഉണ്ടായി ലോസ് ആഞ്ചലസിൽ. അപ്പോഴാണ് 5000 പട്ടാളക്കാർ അതിനെ നിലക്ക് നിർത്താൻ വേണ്ടി ഇറങ്ങിയത്. 19 പ്രവിശ്യകളിൽ 1700 ഭടന്മാർ ഇനി ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ 19 പ്രവിശ്യകളിലും പട്ടാളം നഗരങ്ങളിൽ ഇറങ്ങാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കോവിഡ് കാലത്ത് ഈ ബാൾട്ടിമോറിൽ ക്രൈം കൂടിയിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാമാരിയുടെ കാലത്തും അത് കഴിഞ്ഞ ശേഷവും സാമൂഹ്യ വിരുദ്ധർ കൂടും. കാരണം ജീവിതത്തിൽ പലർക്കും പല പതനങ്ങൾ ഉണ്ടാകുന്ന സമയമാണല്ലോ അത്. കടപൂട്ടിയിട്ടുണ്ടാവും, വീട് ദുരിതത്തിലായിട്ടുണ്ടാവും. അപ്പോൾ കള്ളന്മാരുടെ എണ്ണം, സാമൂഹ്യ വിരുദ്ധരുടെ എണ്ണം പെരുകും എന്ന് മഹാമാരികളെ പറ്റിയൊരു കാഴ്ചപ്പാടുണ്ട്. ആ സമയത്ത് കൂടിയിരുന്നു. 2024 200 പേര് കൊല്ലപ്പെട്ടിരുന്നു ബാൾട്ടിമോറിൽ. അത് 24% 2023 കുറവാണ് എന്നാണ് പറയുന്നത്. 2021 42% കുറവുമാണ്. എന്ന് പറയുമ്പോൾ ബാൾട്ടിമോറിൽ ക്രൈം കുറയുന്നു. ക്രൈം കുറഞ്ഞിട്ടും ഇത് ഇടതുപക്ഷ നഗരങ്ങളായതുകൊണ്ട് ട്രംപ് പട്ടാളത്തിന് ഇറക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശരിക്കും അപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും എന്നുള്ള ഒരു ഭിന്നിപ്പിലാണ് അമേരിക്കയുടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് ഈ ക്യാപിറ്റോൾ ആക്രമണമൊക്കെ നടത്തിയിരുന്നല്ലോ സാർ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഇനി അടുത്ത ഈ ടേം കഴിയുമ്പോൾ ഇത് തുടരാനായിട്ട് എന്തെങ്കിലും കുതന്ത്രം ഉപയോഗിച്ച് സൈന്യത്തെ ഉപയോഗിച്ച് വല്ലതും നടത്തുമോ? ഇപ്പം പുടിനും അധികാരത്തിൽ തുടരുന്നുണ്ട് റഷ്യയിൽ കുറേ കാലമായിട്ട്. അതുപോലെ എന്തെങ്കിലും നീക്കം നടത്താനുള്ള സാധ്യത ഉണ്ടാകുമോ? അതായത് ഈ പട്ടാളത്തിനെ മറ്റേ ഡെമോക്രാറ്റുകളുടെ സ്ഥലത്ത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ഡീപ്പ് സ്റ്റേറ്റിനെ ഭയക്കുന്നു ട്രംപ്. അതൊരു കാര്യം. 2, ട്രംപിന് ചുറ്റും പലതരം കുഴപ്പങ്ങൾ ഉരുണ്ട് കൂടുന്നുണ്ട്. ഇപ്പോൾ എപ്സ്റ്റീനെ 2019 ജയിലിൽ മരിച്ച നിലയിൽ കണ്ടല്ലോ. എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരനാണ്, ഓഹരി വിപണിയിൽ നിന്ന് പണം ഉണ്ടാക്കിയ ആളാണ്. പിന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ധാരാളം ഉപയോഗിച്ച ആളാണ്, പല ആളുകൾക്കും കാഴ്ചവെച്ചതാണ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ് ട്രംപ് എന്ന് ആരോപണമുണ്ട്. അതുകൊണ്ട് എപ്സ്റ്റീനെ 2019 ഈ പെൺകുട്ടികളുടെ ദുരുപയോഗത്തിൽ ശിക്ഷിച്ച് ജയിലിലിട്ടപ്പോൾ കൊല ചെയ്യുകയായിരുന്നു എന്ന് എപ്സ്റ്റീൻ്റെ സഹോദരൻ ജെഫ്രി എപ്സ്റ്റീൻ്റെ സഹോദരൻ മാർക്ക് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എപ്സ്റ്റീൻ്റെ ഒരു ക്ലയൻറ്റ് ലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ക്ലയൻസ് ആരൊക്കെ ഈ കാര്യങ്ങളിൽ പീഡനത്തിലുമൊക്കെ പങ്കാളികളായിരുന്നവർ, ആ പട്ടികയിൽ ട്രംപിൻ്റെ പേരുണ്ടോ? ട്രംപാണോ ആ കൊലയ്ക്ക് പിന്നിൽ? ഇത്തരം സംശയങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ എപ്സ്റ്റീൻ്റെ വധം അല്ലെങ്കിൽ ദുരൂഹമരണം, അതുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണം എന്ന് പറഞ്ഞൊരു കോലാഹലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബഹളം പൊട്ടിപ്പുറപ്പെടാൻ ഇടയുള്ള നഗരങ്ങളാണ് ഈ ഇടതുപക്ഷ നഗരങ്ങൾ. അതുകൊണ്ട് ട്രംപ് മുൻകരുതൽ എന്നോണം പട്ടാളത്തിനെ ഇറക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.